ഹായ്. ഈ വണ്ടി ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് എടുത്ത ഓൾട്ടോ. അപ്പോൾ ഇത് LX ആയിരുന്നു ഇതിൻ്റെ മോഡൽ. LX നിങ്ങൾക്കറിയാം. അതിന് ബാക്കി അത്യാവശ്യ കാര്യങ്ങൾ ഒക്കെ ഉള്ളൂ അതിനകത്ത്, മറ്റ് പല കാര്യങ്ങളും ഇല്ല. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിരുന്നത് ഇതിൻ്റെ സ്റ്റിയറിങ്ങാണ്. കാരണം ഇത് പവർ സ്റ്റിയറിങ് അല്ലായിരുന്നു എന്ന് ഞാൻ പറയാൻ കാര്യം ഇപ്പോൾ ഇത് പവർ സ്റ്റിയറിങ് ആണ്. അപ്പോൾ ഞാനിത് പവർ സ്റ്റിയറിങ് കയറ്റി. അപ്പോൾ അതെങ്ങനെയാണ് കയറ്റിയത്, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളതാണ് വളരെ ചെറുതായിട്ട് ഈ വീഡിയോ പറയുന്നത്. ഞാൻ വണ്ടി എടുത്ത തുടക്കത്തിൽ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനം, ഇതിന് എക്സ്ട്രാ ഒരു പവർ സ്റ്റിയറിങ് സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. കാരണം നമ്മൾ അത്യാവശ്യം ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി മേടിച്ചത് തന്നെ. ഒരു 400-500 കിലോ ഇപ്പോൾ കായാണെങ്കിലും ശരി, വളം ഉൾപ്പെടെയുള്ള സാധനങ്ങളാണെങ്കിലും ശരി, നിർത്തി തിരിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ എടുത്തിരുന്ന തീരുമാനം അതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഫേസ്ബുക്കിൽ നിന്നാണ് നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള ഒരു ആളുടെ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം വളരെ കോൺഫിഡൻസോടുകൂടി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വണ്ടികളുടെയും പവർ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. പവർ സ്റ്റിയറിങ് മാത്രമല്ല, എല്ലാ മൊഡ്യൂൾസും ഉണ്ട്. അതുപോലെ തന്നെ വളരെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉൾപ്പെടെ നമുക്കൊരുപക്ഷെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന പല സാധനങ്ങളും സെക്കൻഡ് ഹാൻഡ് ആണ്, യൂസ്ഡ് ആണ്, പക്ഷേ അത് ഉത്തരവാദിത്വത്തോടു കൂടി നമുക്ക് തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബൈജു എന്നാണ്. ആരോൺ ഓട്ടോമൊബൈൽസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഈ കൊടുങ്ങല്ലൂർ വരെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറുതെ പോക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട്, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുന്ന സമയത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ എനിക്ക് കണ്ണൂർ വരെ പോകേണ്ട ഒരു ആവശ്യം വന്നു. തൃശ്ശൂർ തലേദിവസം തങ്ങേണ്ടിയിരിക്കുകയും ചെയ്തിരുന്നു. അപ്പം അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് നേരെ വണ്ടിയും കൊണ്ട്, നമ്മൾ ഓൾട്ടോയും കൊണ്ട് നേരെ കൊടുങ്ങല്ലൂർ പോയി. അപ്പം ഞാൻ നേരത്തെ തന്നെ ഈ ബൈജുവിനെ വിളിച്ചിരുന്നു. 2 പ്രാവശ്യം വിളിച്ച് നേരത്തെ ഞാൻ ഇന്ന ദിവസം വരും, കൃത്യസമയം ഏകദേശം വരുമെന്ന് പറഞ്ഞ് വിളിച്ച് ബുക്ക് ചെയ്തിരുന്നു. നിങ്ങൾ ചെയ്യുന്ന സമയത്തും വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോവുക. കാരണം അത്ര തിരക്കുള്ളൊരു മനുഷ്യനാണ്. ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു വണ്ടി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ചെന്നത് നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ചെന്നതുകൊണ്ട് എനിക്ക് ആദ്യം ചെയ്തു തന്നു. ഞാൻ അത്ഭുതപ്പെട്ട ഇതൊന്നുമല്ല. ആകെ എനിക്ക് ഈ ഒരു പവർ സ്റ്റിയറിങ് മൊഡ്യൂള് സഹിതം കയറ്റി ഫിറ്റാക്കി തരാൻ എടുത്ത സമയം 1 മണിക്കൂർ താഴെയാണ്. 2 മണിക്കൂറെങ്കിലും എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഇതിൻ്റെ ഫിറ്റിങ്സ്, അതായത് നിലവിലുള്ള ഈ സംവിധാനം അഴിച്ചെടുക്കാൻ വേണ്ടി എടുത്ത സമയം 15 മിനിറ്റ്. അതിനുശേഷം മൊഡ്യൂൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തിരിച്ച് വണ്ടിയിൽ കയറ്റുമ്പോൾ 3/4 മണിക്കൂർ എടുത്തു. പിന്നെ അതൊന്ന് സ്ട്രെയിറ്റ് ആക്കി ഓടിച്ച് നോക്കി തിരിച്ച് തന്ന 1 മണിക്കൂറിനുള്ളിൽ വണ്ടി എനിക്ക് തന്നു വിട്ടു. അപ്പം അത്രയും പെർഫെക്റ്റായിട്ട് അതിനെക്കുറിച്ച് അതിന് പരിചയമുണ്ട്. ഒരു നട്ട് ഊരുമ്പോൾ വേണമെങ്കിൽ കണ്ണ് അടച്ചിട്ട് അത് ഊരാനുള്ള അത്രയും, എവിടെയൊക്കെയാണ് അത് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, ഓരോ മോഡൽസിനും എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ നമ്മൾ ആ പണി കണ്ട് നിൽക്കുമ്പോഴത്തേനും അറിയാൻ പറ്റും. ഇപ്പം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പണിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ആ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ അത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം അതൊരു അനാവശ്യമായിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ബൈജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കൊടുങ്ങല്ലൂർ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്താണെങ്കിൽ ആനാപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ വർക്ക്ഷോപ്പ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി എല്ലാം കൂടി ചേർന്ന് നടക്കുന്ന ഒരു സംവിധാനമാണ്. ഏത് വണ്ടിയുടെയും നിങ്ങൾക്ക് പവർ സ്റ്റിയറിങ് ഇല്ല എങ്കിൽ ആ പവർ സ്റ്റിയറിങ് ആക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പവർ സ്റ്റിയറിങ്ങിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ മൊഡ്യൂൾ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി വിഷ്വൽസ് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഞാൻ നമ്പരും താഴെ കൊടുക്കുന്നുണ്ട്. പവർ സ്റ്റിയറിങ് കയറ്റുകയെന്നൊക്കെ പറയുമ്പോഴത്തേനും ആൾക്കാർക്ക് പേടിയാണ്. സത്യത്തിൽ അത് വലിയ പണിയൊന്നുമില്ല. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 1/4 മണിക്കൂർ ആയതേ ഉള്ളൂ, പണി തീർന്നു.
വണ്ടി സ്റ്റിയറിങ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ശനം കൊണ്ട് പോയിരിക്കുകയാണ്. ഇതാണ് സ്ഥലം, ആരോൺ. പക്ക എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എക്സ്പീരിയൻസ്.